ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ പൂനെയിലെ ട്രിപ്പിലെ 3-4 ദിവസം ഇവിടെ ആൻറ്റിയുടെ അങ്കിളിനോടൊപ്പമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ് പത്തനംതിട്ടയ്ക്ക്. ഇപ്പോൾ സമയം ഒരു 5:45. ഞങ്ങൾ 4 മണിക്ക് തിരിക്കണമെന്ന് വിചാരിച്ചാണ്, എങ്കിലും താമസിച്ചെല്ലാം. ആൻറ്റിയാണ് രാവിലെ എഴുന്നേറ്റ് എല്ലാം ആഹാരമൊക്കെ റെഡിയാക്കി തന്നു, പോകുന്ന വഴിക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ചെറിയൊരു ചാറ്റമഴയുണ്ട്. ഇനിയും ഏകദേശം ഞങ്ങൾ ഒരു 7-8 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് നോക്കാം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്ലാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ചാറ്റമഴ ഉള്ളതുകൊണ്ട് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല, ചെറിയ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം തുടർന്ന് യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. ഉറക്കമൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്, കാരണം രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റതല്ലേ. അപ്പം അതിന് ചെറിയ ഉറക്കത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബാക്കി എല്ലാവരും മമ്മിയും പപ്പായൊക്കെ ഓൾറെഡി ഉറക്കമാണ്. പിന്നെ മോളും ബാക്കി കിടന്ന് ബെഡിലുള്ളതുകൊണ്ട് അവളും ഉറക്കമാണ്. ഞങ്ങൾക്ക് പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് കൂടുതൽ കാര്യം പറഞ്ഞിരിക്കാനുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ല. ഏകദേശം ഇതിനകത്ത് 4 മണിക്കൂർ കാണിക്കുന്നത് ഞങ്ങൾ സത്താറയാണ് ഇട്ടേക്കുന്നത്, സോലാപ്പൂറാണ് ഇട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് 4 മണിക്കൂർ കാണിച്ചിരിക്കുന്നത്. ഇത് ആ ടണലാണ്. 2 ടണലുകൾ ഈ റൂട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ഇതിലൊരു ടണൽ ഇപ്പം ഈ രാത്രി കാഴ്ച നല്ല മനോഹരമാണ് കാണാൻ, ലൈറ്റുകളൊക്കെ ഇട്ട്. ഇതിനുള്ളിൽ കൂടെ തന്നെ 2 സബ്വേകളും ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടണലായത്. ഇത് ഞങ്ങൾ പൂനെയിൽ നിന്ന് വരുമ്പോൾ വേറൊരു റോഡ് കട്ട് ചെയ്ത് കയറി പോകുന്നതാണ്. ഈ റോഡ് നേരെ പോയിട്ട് സത്താറയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഹൈവേയിലോട്ട് ചെന്ന് ജോയിന്റ് ആകുന്ന റോഡാണ്. ഇതൊരു വലിയൊരു ചുരമാണ്, ഒരു മല കയറി പോകുന്നത്. ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 1 വേ ആണ്. ഒറ്റ സൈഡിലോട്ട് മാത്രമേ വണ്ടി പോകുന്നത്, തിരിച്ചിങ്ങോട്ടൊന്നും വണ്ടിയില്ല. ഇത് കൂടുതലും ട്രക്കുകളാണ് ഈ റൂട്ടിൽ പോകുന്നത്. ചെറിയ വണ്ടികൾ വളരെ കുറവാണ്. ഫുള്ള് ട്രക്കുകൾ പോകുന്ന റൂട്ടാണ്. നല്ല വളവുകളും നല്ല ചുരമാണ്, നല്ലൊരു മലയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു മലയാണ്. ഇത് കയറി അങ്ങ് ചെല്ലുന്നു. ഞങ്ങൾ ആദ്യം ഇതിൽ പോയപ്പോൾ ഓർത്ത് പണിയായി, മൊത്തം വഴി തെറ്റിയെന്ന്. പക്ഷെ ഈ റോഡ് സത്താറ റോഡിന് തൊട്ട് മുമ്പ് ഹൈവേയിലോട്ട് ചെന്ന് ചേരുകയാണ്. എളുപ്പമുള്ള റോഡ്, പെട്ടെന്ന് വന്ന് ചേരുകയും ചെയ്തു. പിന്നെ അതിമനോഹരമായ കാഴ്ചകളും ഈ റൂട്ടിലുണ്ട്. നല്ല കുന്നുകളും മലകളുമായ നല്ല കാഴ്ചകളുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. അപ്പം പൂനെയിൽ നിന്ന് സത്താറയിലേക്ക് വരുന്ന റൂട്ടിൽ ഇതുവഴി ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയാൽ നല്ല രസമായിരിക്കും. ഒരു കാര്യം ഓർത്തോണം, സത്താറയിൽ നിന്ന് വരുമ്പോൾ ഈ റോഡിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പൂനെയിൽ നിന്ന് സത്താറയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇത് കൂടി പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് 1 വേ ആയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. ഇപ്പോൾ ഞങ്ങൾ കോലാപ്പൂർ എടുക്കാറായി. ഇനി ജസ്റ്റ് 25 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ കോലാപ്പൂർ എത്തും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോലാപ്പൂർ വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ ആൻറ്റി എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ദോശ ചട്നിയാണ്. ഞങ്ങൾ കോലാപ്പൂരിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തി കഴിക്കാം. അപ്പോൾ 9:20 ആയി. നേരത്തെ കഴിക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും ഒരു തക്കതായ പ്ലേസ് കിട്ടിയില്ല. അപ്പോൾ കോലാപ്പൂരാകുമ്പോൾ ഒരു ഡെസ്റ്റിനേഷനാണ്. ഞങ്ങൾ മോർണിംഗിൽ ദോശ കഴിക്കാനായിട്ട് പോവാണ്. കട്ടണിയുണ്ട്, കട്ടണിയും നമ്മൾ
രണ്ടാമത് കിട്ടില്ല എന്തോ ഒരു ടവർ. ഞങ്ങളിവിടെ തുംകൂറാന്ന് തോന്നുന്നു. ഞങ്ങള് ഇത് ഏതാ സജ്ജ സ്ഥലം? തുംകൂറി വന്നിട്ട് ദേ ഞങ്ങൾ 6:30 ആയപ്പോൾ തുംകൂർ റോഡ് കയറിയത്. ഇപ്പൊ 7:30 ഏകദേശം ഒരു 100-200 മീറ്ററേ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളൂ. ഒരു 1.5 കിലോമീറ്റർ അതിശക്തമായ ബ്ലോക്ക് കിടക്കുക. എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല. സർവീസ് റോഡ് കയറേണ്ട പ്രശ്നം കൊണ്ട് റോഡിന്റെ പണി എന്തായി കിടക്കുക. എന്തായാലും ശരിക്കും പെട്ടു. ഞങ്ങൾ നല്ല സ്പീഡ് വിട്ട് വന്ന ഹോസൂറോ സേലത്തോ സ്റ്റേ ചെയ്യാൻ വിചാരിച്ച് വന്ന. ഇനിയിപ്പം ഒരു പരിപാടി നടക്കുന്നില്ല. മിക്കവാറും ബാംഗ്ലൂർ എവിടെ സ്റ്റേ ചെയ്യും. എവിടെ വരെ കിടപ്പുണ്ടെന്നറിയോ? ബോംബെ വരെ കിടപ്പുണ്ട്. ഈ സൈഡ് പിടി, ഈ സൈഡ് പിടി. മറ്റേ കുപ്പി എടുക്കും. ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഒരുപാട് ലേറ്റായി. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ബ്ലോക്കിൽ പെട്ടത് കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റായി. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, സ്റ്റേ ചെയ്യണം. അപ്പം ഞങ്ങൾ